ഇതേപോലെയൊക്കെ മുട്ടയൊക്കെ നമുക്ക് പറക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആത്മാർത്ഥതയും ക്ഷമയും ഒക്കെ കാണിച്ചിട്ട് നമ്മൾ കോഴിയെ വളർത്തുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രം നിറച്ച് അതിന് ഫ്രിഡ്ജ് നിറച്ച് നമുക്ക് മുട്ടയൊക്കെ എടുത്തു വെക്കാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴിയെ വളർത്തുന്നവരുടെയൊക്കെ ഒരു പരാതിയാണ് കോഴി മുട്ടയിടുന്നുണ്ട് പക്ഷേ അതെല്ലാം കുത്തിപ്പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഉള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് തീറ്റയൊക്കെ വാങ്ങിച്ച് കോഴിക്ക് കൊടുത്തിട്ട് കോഴി ഇങ്ങനെ മുട്ടയൊക്കെ കുത്തിപ്പൊട്ടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ കോഴി മുട്ടയിടാറാവുന്ന സമയമൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ മുഖമൊക്കെ അതിൻ്റെ പൂവും അതിൻ്റെ മുഖവും ഒക്കെ ചുമന്ന് വരും. കണ്ടില്ല, അതിൻ്റെ മുട്ടയിടുന്നൊരു സമയമാണ്, അതിൻ്റെ പൂവൊക്കെ കണ്ടില്ല ഇങ്ങനെ ചുമന്ന് ഇരിക്കും. അപ്പോൾ മുട്ടയിടാനുള്ള സമയമായി എന്നുള്ളതാണ്. അപ്പം മുട്ടയിടാറായ സമയത്ത് നമ്മൾ അവർക്ക് മുട്ടയിടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം കൂട്ടിനകത്ത്. അപ്പം മനുഷ്യനെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഒരു ഡെലിവറിയാണ് ഈ കോഴിയുടെ നടക്കുന്നത്. അപ്പം അവർക്ക് ആ ഡെലിവറി നടത്താനുള്ളതായ നല്ല ഒരു സാഹചര്യം, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഒരുക്കി കൊടുത്തെങ്കിൽ മാത്രമേ അവർ അവിടെ മുട്ടയിടത്തുള്ളൂ. അപ്പം ഞാനിവിടെ കുറച്ച് ഒരു ടയർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് അറക്കപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അതിനകത്ത് കയറിയിരുന്ന് കളിക്കുന്നുണ്ടോ, ഒളിച്ചിരിക്കുന്ന മാതിരി അങ്ങ് ഇരിക്കുകയാണ്. പിന്നെ ഒരു ബേസൻ, നമ്മുടെ ഒരു സിമെൻറ്റ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൊട്ടയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. അതല്ല പഴയ പ്ലാസ്റ്റിക് ബക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചരിച്ച് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് അറക്കപ്പൊടി ഇട്ട് ഒരു മുട്ടയൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും എന്താ ഇത് മുട്ടയിടാനുള്ള എൻ്റെ സൗകര്യത്തിനുള്ള കൂടാണെന്ന് കരുതിയിട്ട് അതിനകത്ത് കയറി അങ്ങ് മുട്ടയിട്ടോളും. അപ്പം അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പം രാവിലെ കുറച്ച് പേരൊക്കെ മുട്ടയിട്ടു. ഞാനിപ്പം വളർത്തുന്ന എൻ്റെ BB380 കോഴികളാണ് ഇത്. 12 പേരുണ്ട്. 12 നല്ല പെടക്കുട്ടികളാണ്. ഇതിനകത്ത് പൂവനില്ലാന്ന് ഞാൻ പെയ്യാണ് അറിഞ്ഞത് കേട്ടോ. ഞാൻ കരുതി ഇതിനകത്ത് പൂവനും കാണുമെന്ന്. പക്ഷേ 12 മക്കളും നല്ല പെടക്കുട്ടികളാണ്. എല്ലാവരും മുട്ടയൊക്കെ ഇടാനായിട്ട് മാറി മാറി എനിക്കൊരു 8-10 മുട്ടയൊക്കെ ഡെയിലി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് പേരൊക്കെ മുട്ടയിട്ടവരൊക്കെ ഇങ്ങനെ നമ്മുടെ ടയറിനകത്ത് കയറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പം മുട്ട കുത്തി പൊട്ടിച്ച് കഴിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ വേണം, ആ മുട്ട ഇടുന്നത് ഉടനെ നമ്മൾ എടുത്തു മാറ്റണം. കാരണം ഇത്രയും കോഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോഴും മുട്ട ചവിട്ടി പൊട്ടിക്കുമ്പോൾ അത് അവർക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരത് കുടിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഡെയിലി അങ്ങനെ ആകുമ്പോഴത്തേക്ക് കോഴികൾ ഇടുന്ന മുട്ടയെല്ലാം അവർ നോക്കി നിൽക്കും. ഒരാളിടുന്ന മുട്ട എടുത്തുകൊണ്ട് ഓടി അത് കുത്തിപ്പൊട്ടിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇടുന്ന മുട്ട അപ്പം തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ ഈ കോഴികൾക്ക് എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് അവരുടെ വായ അടങ്ങിയിരിക്കത്തേയില്ല. അപ്പം അതിനെന്ത് വേണം, എന്തെങ്കിലുമൊക്കെ അവരുടെ കൂട്ടിൽ ആഹാരം വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പച്ച പുല്ലുകൾ അവരുടെ കൂട്ടിൽ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ കൊത്തി തിന്നുകൊണ്ടേയിരിക്കും. ഞാൻ രാവിലെയും വൈകുന്നേരവും ഒക്കെ കുറേശ്ശെ അവർക്ക് കൊടുക്കാറുണ്ട്. രാവിലെ കൊടുക്കാറുണ്ട്. ഇന്നിപ്പം ഇനി വൈകുന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. രാവിലെ കൊടുത്തില്ല. വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് കൂടൊക്കെ വൃത്തിയിടാക്കണ്ടെന്ന് കരുതിയിട്ട് രാവിലെ കൊടുത്തിട്ടില്ല. അപ്പം ഇവർക്ക് എന്തായാലും അങ്ങനെ ഒരു സോക്കേട് ഇല്ല കേട്ടോ. മുട്ട ഇതുവരെ കുത്തിപ്പൊട്ടിച്ച് കഴിക്കുന്ന ഒരു സോക്കേട് ഇതുവരെയും വന്നിട്ടില്ല. മുട്ട എവിടെ കിടന്നാലും അവർ മാറി മാറി അങ്ങ് പോവുകയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് അവർക്ക് കൂട്ടിൽ കൊടുക്കുക. അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം, ശുദ്ധമായ വെള്ളം, ഇതേപോലത്തുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. അപ്പം തീറ്റ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പം ഇങ്ങനെയുള്ള പാത്രം നമ്മൾ തൂക്കി ഇടുകയെന്നുണ്ടെങ്കിലേ അപ്പം അവരെ കാഷ്ടിച്ച് വെച്ചിട്ട് പിന്നെ ആ വെള്ളം തന്നെ കുടിക്കത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം അത് വന്നുകൊണ്ടേയിരിക്കും. തീറ്റ കഴിക്കാനായിട്ട് ഇവിടെ ഒരു പാത്തി വെച്ചിട്ടുണ്ട്. പിന്നെ 12 പേർ കൂടെ അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യക്കുറവുണ്ട്. 2 പാത്രം കൂടെ നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവർ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നോളും. അപ്പോൾ അവിടെ മുട്ട കിടന്നാലും അവർക്ക് ആ തീറ്റ ഉണ്ടായതുകൊണ്ട് മുട്ട കുത്തിപ്പൊട്ടിച്ച് കഴിക്കാനായിട്ട് തോന്നത്തില്ല. അപ്പോൾ എന്ത് സന്തോഷമല്ലേ നമുക്ക് ഡെയിലി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മുട്ട കിട്ടുമെന്നുണ്ടെങ്കിലേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളായി മുട്ടയായി ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അത് നമ്മൾ ചെയ്തെങ്കിലേ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നല്ല പാവം കോഴികളാട്ടെ, BB380 കോഴികൾ നമ്മളായിട്ട് നല്ല ഇണക്കമാണ്. പക്ഷേ ആഹാരമൊക്കെ വെച്ച് താമസിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കൊത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ അവർക്ക് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ കയ്യിലിട്ടങ്ങ് കൊത്താണ്. പിന്നെ അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഡമ്മി മുട്ടകൾ വാങ്ങിക്കാൻ കിട്ടും, പ്ലാസ്റ്റിക് മുട്ടകൾ.
അപ്പോൾ അത് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. നമ്മുടെ ഒരു കോഴിമുട്ട 1-2 കോഴിമുട്ട എടുക്കുക. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ വട്ടം പൊട്ടിക്കുക. നമ്മുടെ പുട്ടുകുത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തിരിക്കുന്ന എല്ലാം അഞ്ഞ് മാറ്റി കുടഞ്ഞിട്ടതിന് ശേഷം അതിനകത്ത് സ്വല്പം സിമെൻറ്റ് കലക്കി ഒഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മണൽ വാരിയിട്ട് നിറച്ച് വയ്ക്കുകയോ ചെയ്തിട്ട് ഏതെങ്കിലും വേറെ ഒരു മുട്ടത്തോട് കൊണ്ട് ഇവിടെ അങ്ങ് മൂടിയിട്ട് ഒരു സലോ ടേപ്പോ ചെറുതായിട്ട് ഒട്ടിച്ചിട്ട് അവരെ കൂട്ടിയിട്ടേക്കുക. അപ്പം അവർക്ക് 1-2 അങ്ങനെ ഇട്ടേക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് അവർ കൊത്തുമ്പോഴും കൊത്തു കൊള്ളത്തില്ല. അഥവാ കൊത്തുകൊണ്ട് പൊട്ടിയാൽ അവർക്ക് ഇങ്ങനെ മണലോ മണ്ണോ അതുപോലെ തന്നെ സിമെൻറ്റോ ഒക്കെ ആയിരിക്കും അവർ കാണുന്നത്. അപ്പം ഇത് കൊത്തിയിട്ട് ഒരു കാര്യമില്ലെന്ന് കരുതിയിട്ട് പിന്നെ അവരിടുന്നതായ മുട്ട അവർ കുത്തിപ്പൊട്ടിക്കാതെ അങ്ങ് പൊക്കോളും. അങ്ങനെ ഇപ്പം പ്ലാസ്റ്റിക് മുട്ടകൾ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മുട്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ ഐഡിയയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ കോഴി മുട്ട കുത്തിപ്പൊട്ടിക്കുന്ന സോക്കേടൊക്കെ മാറ്റിക്കിട്ടും. ഇനി കോഴി തോൽമുട്ട ഇടുന്നതിനെക്കുറിച്ചുള്ളതായ വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ ടിപ്സുകളും ട്രിക്സുകളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ എപ്പോഴും നമ്മുടെ പറമ്പിലുള്ളതായ പുല്ലുകളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിലിട്ട് കൊടുക്കുക. മുട്ടയിടാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ കോഴി മുട്ട കുത്തിപ്പൊട്ടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവരുടെ കൂടൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം കേട്ടോ. നമ്മൾ അറക്കപ്പൊടി ഒരു 10 ദിവസമെങ്കിലും കൂടുമ്പോഴും നമ്മൾ അവരുടെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നല്ലതുപോലെ അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അവർക്ക് നല്ല അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുട്ടയിടാനും ഇരിക്കാനും കളിക്കാനും ഒക്കെ കണ്ടില്ലേ. ഇതിനകത്ത് കയറിയിരുന്ന് ഉറങ്ങുക. നോക്കിക്കേ, ടയറിനകത്തോട്ട് ഇങ്ങോട്ട് കാണിച്ചിട്ട് ഇതിൻ്റെ തല. അപ്പോൾ നല്ലൊരു സാഹചര്യം നമ്മൾ ഇവർക്ക് ഒരുക്കി കൊടുക്കണം കണ്ടോ. അപ്പോൾ അവരെല്ലാം നല്ല ഉന്മേഷത്തോടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കോഴി വലിയ ശല്യമില്ലാത്തൊരു കോഴിയാട്ടോ. മറ്റുള്ള കോഴികളൊക്കെ തമ്മി കൊത്തലും ഒക്കെയാണ്. അപ്പോൾ ഇതാകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അവർ നമ്മളുടെയും ഭയങ്കര കാര്യമാണ്. ആണ് എല്ലാവരും വയറൊക്കെ നിറഞ്ഞ് നിൽക്കുക. ഇപ്പം വാങ്ങിക്കാനും അതുതന്നെ വളർത്താനും ഒക്കെ സൗകര്യമുള്ളവർക്ക് ഈ കോഴിയെ വാങ്ങിച്ച് വളർത്താം കേട്ടോ. ഞാൻ ഈ കോഴിയെ തന്നെ വാങ്ങിക്കണമെന്നല്ല, ഏതെങ്കിലും കോഴിയെ വാങ്ങിച്ച് വളർത്താം. പക്ഷേ എങ്കിൽ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കോഴി ഒരു 5.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മുട്ടയിടുന്നുണ്ട്. അവരെയും കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. അവർക്ക് വേണ്ടതായ ആഹാരം ഞാൻ എൻ്റെ വീട്ടിലുള്ളതായ ആഹാരം എല്ലാം ചേർത്താണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ സൗകര്യമുള്ളവരൊക്കെ ഒരു 10-ഓ 15-ഓ ഒക്കെ വളർത്തുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുട്ടയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ ടിപ്സുകളും ട്രിക്സുകളൊക്കെ അറിഞ്ഞിരുന്നാൽ നന്നായിട്ട് നിങ്ങൾക്ക് കോഴിയെ വളർത്താനായിട്ടും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. കോഴിയെ വളർത്തുന്ന കുറേ പേരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര മടിയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.